നമസ്കാരം. 2026 വരാൻ പോവുകയാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ എടുത്തവരുണ്ടാകാം, അതിനുവേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ഈ കഴിഞ്ഞ 2025 നിങ്ങൾ ആദ്യം തൊട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ കൂടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമായിരിക്കും അല്ലേ? വരാൻ പോകുന്ന 2026 എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ ഈ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ 2026 നല്ലൊരു വർഷമാക്കി മാറ്റി ഏറ്റവും പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? 7 മണി, 6 മണി, 5 മണി, എത്രയോ ആവട്ടെ. അതിനെക്കുറിച്ച് ഓർത്ത് ഗിൽറ്റ് അടിക്കുകയൊന്നും വേണ്ട. ഇനി നിങ്ങൾ എഴുന്നേൽക്കുന്ന ആ സമയത്തിൽ നിന്നും 1 മണിക്കൂർ മുന്നേ, അതായത് 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ 5 മണിക്കെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ അതൊരു 4:30 എന്നുള്ള സമയത്തിലേക്ക് പതുക്കെ പതുക്കെ എത്തിക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഈ 1 മണിക്കൂർ ഉറപ്പായിട്ട് എഴുന്നേറ്റ ഉടനെ തന്നെ അയ്യോ ആ ജോലി ഈ ജോലി അത് ഇത് ഓഫീസിൽ പോകണം, അടുക്കള ജോലി അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് ഓടരുത്. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ 1 മണിക്കൂർ അത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കണം, നിങ്ങളുടെ ടൈമായിരിക്കണം. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ എഴുന്നേറ്റ് ഇരുന്ന് ബെഡിലിരുന്ന് കണ്ണടച്ച് നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലർക്ക് എഴുന്നേറ്റ ഉടനെ ആങ്സൈറ്റി ആയിട്ട് വരുന്നവരുണ്ടാകാം. പലരും വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടറെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്, അന്നത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ അന്ന് ചെയ്ത് തീർക്കേണ്ട ജോലികളെക്കുറിച്ച് ആലോചിച്ച്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് രാത്രി നമ്മൾ വെറീഡായിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ചിട്ടായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാകുക, എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കരഞ്ഞിട്ടായിരിക്കാം പലരുമൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുക. അത് നമ്മൾ എന്താണോ നമ്മുടെ ഫോണിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില ആപ്പുകൾ നമ്മൾ പെട്ടെന്ന് ബാക്ക് അടിക്കുമ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, അങ്ങനെ ഫോൺ ഹീറ്റാവും. ഇതേപോലെ നമ്മൾ എന്ത് തോട്ടാണോ ഉറങ്ങുന്ന സമയത്ത് കൊടുക്കുന്നത്, ആ തോട്ട് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല ആ ഒരു സിസ്റ്റത്തെ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ടെൻഷനോട് കൂടി രാവിലെ ഉണരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ രാവിലെ എഴുന്നേറ്റ് കണ്ണടച്ചൊന്ന് കാമായിട്ടിരുന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഏത് ശക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്തോ ഒരു പ്രപഞ്ച ശക്തി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കണ്ണടച്ചിട്ട് യൂണിവേഴ്സ് ലവ്സ് മീ, അതായത് സ്നേഹിക്കപ്പെടുക എന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടാകാം, ഇല്ലായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതിന് ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. ആ പ്രപഞ്ചം നമ്മളെ സ്നേഹിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ കുഞ്ഞാണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂണിവേഴ്സ് ലവ്സ് മീ ആൻഡ് പ്രൊട്ടക്ട്സ് മീ. യൂണിവേഴ്സ് എന്നെ സ്നേഹിക്കുന്നു, പ്രപഞ്ചം എന്നെ സ്നേഹിക്കുന്നു, എന്നെ സംരക്ഷിക്കുന്നു. ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷവതിയാണ്, അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. ഐ എം ബ്ലെസ്ഡ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അതേപോലെ ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം സക്സസ് ആവാൻ പോവുകയാണ്. ഈ ഒരു കുറച്ച് ഫ്രേസുകൾ നിങ്ങളെ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ ശരിക്കും ചിരിക്കുകയാണോ, സന്തോഷം വന്ന് ചിരിക്കുകയാണോ, അല്ലെങ്കിൽ ഉണ്ടാക്കി ചിരിക്കുകയാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങളുടെ പേശികൾ വലിയുന്നതിനനുസരിച്ച് ഇങ്ങനെ മുഖം വയ്ക്കുമ്പോൾ അത് ഹാപ്പിയാണെന്നുള്ള ഇൻഫർമേഷനാണ് ബ്രെയിനിന് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എൻസൈംസ് ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കരുതിക്കൂട്ടി തന്നെ ഇങ്ങനെ ചിരി പ്രകടിപ്പിക്കുക. അപ്പോൾ ആ ചിരിയിലൂടെ പതുക്കെ 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 നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ തന്നെ സന്തോഷം വന്നുകൊണ്ടിരിക്കും. കാരണങ്ങളിലൂടെ സന്തോഷിക്കുന്നതല്ല, കാരണങ്ങളില്ലാതെ തന്നെ ആ സന്തോഷത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രാവിലെ 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് വേണ്ടി എടുക്കുക. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 10-15 മിനിറ്റേ ആവുന്നുള്ളൂ. നേരെ എഴുന്നേൽക്കുക, ആ ഒരു കാംനെസ് പുറത്തൊന്ന് ഓപ്പൺ എയറിൽ പോയി ഒന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും തരം എക്സസൈസ് ചെയ്യാം. ഒരു 15 മിനിറ്റ് പോട്ടെ, ഒരു 10 മിനിറ്റ് കുറച്ച് പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ പറ്റാത്തവരാരുമില്ല, അങ്ങനെയാകാം. അതേപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിലേക്ക് പോകാം, അല്ല വേറെ എന്തെങ്കിലും വർക്കിന് പോകുന്ന ആളുകളാണെങ്കിൽ അന്നത്തെ ദിവസത്തെ ഡ്യൂട്ടീസ് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാനുകൾ നമുക്ക് തയ്യാറാക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു 10 പേജെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം വായിക്കാം.
നിങ്ങളുടെ അങ്ങനെ ഇനി ഒന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സമയം ചിലവഴിക്കാം. അങ്ങനെ ആ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് കടക്കുക. ഈ ഒരു കാര്യമെങ്കിലും നിങ്ങൾ 2026 ചെയ്താൽ നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവുന്നത് ഡേ ബൈ ഡേ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 1 മാസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തോളൂ, നോ ഇഷ്യൂ. പക്ഷെ അത് ശ്രമിച്ചില്ല എന്നുള്ളത് കൊണ്ടാവരുത്. ശ്രമിച്ചിട്ട് പറ്റുന്നില്ല, എനിക്കതിലൊരു ചേഞ്ചും ഇല്ലെങ്കിൽ ഓക്കെ. പക്ഷേ നിങ്ങൾ യഥാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചെങ്കിൽ നിങ്ങൾക്കതിനുള്ള മാറ്റങ്ങൾ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ആ ദിവസം മുന്നോട്ട് പോകുമ്പോൾ കാരണമില്ലാതെ കരുതിക്കൂട്ടി ഒരു ചിരി നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പോസിറ്റിവിറ്റി ചുറ്റിലും പകരട്ടെ. നിങ്ങൾ സന്തോഷം നിറയട്ടെ. 2026 ഒരു നല്ല വർഷമാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു. താങ്ക് യു.